ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെച്ചി ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് തെച്ചി ചെടികൾ ധാരാളം വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇത് അതിലെ ഒരു നിറമാണ്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് തെറ്റി എന്ന് പറയും, തെച്ചി എന്ന് പറയും, ഇക്സോറ, അങ്ങനെ പല പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊല കൊലയായിട്ടുള്ള പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നമ്മൾ കുഞ്ഞ് കമ്പ് മുറിച്ച് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെ ഈ ചെടികളുടെ കെയറും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇത് നിറയെ പൂക്കളുമായിട്ടാണ് ഈ ചെടി നിൽക്കുന്നത്. ഇപ്പോഴേ ചെറിയ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പൂക്കൾ കുറവാണ്. അല്ലെങ്കിൽ ഇല പോലും കാണാത്ത പോലെ ഇത് നിറയെ പൂക്കൾ വരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഒരു റെഡ് ഉണ്ട്. റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ്. ഇതൊക്കെ ഒത്തിരി എപ്പോഴും നമ്മുടെ വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അത് ഒരുപാട് കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചെടി നമുക്ക് നോക്കാൻ പറ്റും. അതാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ എന്ന് തന്നെ പറയുന്നത്. ഇനി ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ തൈകൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 അല്ല 3 രീതിയിൽ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല പഴുത്ത കായ ഉണ്ടാവും. പൂക്കളുണ്ടായതിന് ശേഷം നല്ല ചെടിയെന്ന് വെച്ചാൽ കുറച്ച് പ്രായം വന്നാൽ മാത്രമേ അതിൻ്റെ ആ കായ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ കായ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പഴുത്ത് നമ്മുടെ ചെറി പോലൊക്കെ ഇരിക്കും. അത് നമുക്ക് പാകിയാലും പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മൊട്ടായി വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. ഇത് ഫുള്ളായിട്ട് വിരിഞ്ഞ് വരുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. പിന്നെ ഈ ഇല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇലയ്ക്കകത്ത് ധാരാളം ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് നീം ഓയിൽ സ്പ്രേ ആണ് ഏറ്റവും ബെസ്റ്റ്. അതെങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കുരു, അല്ലെങ്കിൽ ഇതിൻ്റെ കായ എന്നൊക്കെ പറയും, ഇതിൻ്റെ സീഡ്. ഇത് പാകിയാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ആയി വരുന്ന ഒരു സ്റ്റേജാണ്. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, നല്ലപോലെ പഴുത്തിട്ടുണ്ട് ഈ സീഡ് നമുക്ക് പറിച്ച് പാകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഏകദേശം നമുക്ക് പാകാറായിട്ടുള്ള ഇത് നമ്മൾ ഇതിൻ്റെ ഈ നമ്മൾ പറിച്ചെടുക്കേണ്ട ഇതേപോലെ പഴുത്ത് നല്ല ചുവന്ന് ഒരു കറുപ്പ് നിറത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ പറിച്ച് ഇത് പാകാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ പാകുന്ന സീഡ്സാണ് നല്ലതുപോലെ കിളിച്ചു വരുന്നത്. അങ്ങനെ ചെയ്യണം. ഇത് കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ കായ. ഇനി ഇതിൻ്റെ റെഡ് വെറൈറ്റിയാണിത്. ഇതും നിറയെ പൂക്കളാണ്. ഇപ്പോഴും മഴയായത് കാരണം ഇതിൻ്റെ പൂക്കൾ കുറച്ച് കുറഞ്ഞു. ഈ ചെടിയുടെ ഒരു പ്രത്യേകത നല്ല വെയിലുള്ള പ്രദേശം നോക്കി വേണം ഈ ചെടികൾ വെക്കാനായിട്ട്. ഒരിക്കലും ഷെയ്ഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ചെടി അങ്ങനെ നല്ലതുപോലെ പുഷ്പിക്കത്തില്ല. നല്ലൊരു വെയിലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണിക്കൂർ, 5 മുതൽ 6 മണിക്കൂർ വരെ നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ പൂക്കും. പിന്നെ ഒരുപാട് കെയറൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടിയൊക്കെ മാത്രം മതി ഈ ചെടി നല്ലപോലെ പൂക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കമ്പ് മുറിച്ചും നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ കനം കുറഞ്ഞ കമ്പ് മതി നമുക്കിതിൻ്റെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ചെറിയൊരു കമ്പ് നോക്കി നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾ കണ്ടോ, ഏകദേശം നിങ്ങൾക്കൊരു പെൻസിൽ കനമുള്ള കമ്പ് മുറിച്ചെടുക്കാം. ഇത് അതിലും വളരെ കനം കുറഞ്ഞ ഒരു കമ്പാണ്. ഇത്രയും മതി ഇതിൻ്റെ ഒരു തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഇത് ചരിച്ചൊരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ചു വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതേപോലെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുക. ഇതേപോലെ സിസർ കൊണ്ട് തന്നെ നമ്മൾ ഇലകൾ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ. അതിനുശേഷം ഇതിന് നമ്മൾ വേര് വരാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗം ചെറുതായിട്ട് ഔട്ടർ പാർട്ട് ഇതേപോലെ ഒന്ന് സ്കിൻ കളയുക. ഇതിന് ശേഷം നമുക്ക് 2 or 3 റൂട്ടിംഗ് ഹോർമോൺസ് ഉണ്ട്. റൂട്ടിംഗ് ഹോർമോൺസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ അകത്ത് മുക്കി വെക്കുക. അല്ല എങ്കിൽ അലോവേര എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണാണ്. ഇത് സാധാരണ അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ എല്ലാ വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ ഈ കറ്റാർ വാഴ ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് കമ്പാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പ് ഇതിലേക്ക് മുക്കി വെക്കുക.
ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇല്ല എങ്കിൽ കറ്റാർ വാഴ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അടുക്കളയിലൊക്കെയുള്ള മഞ്ഞൾപ്പൊടിയിലൊന്ന് മുക്കി വെച്ചാലും മതി. വളരെ ഈസി ആയിട്ട് വേര് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ. അപ്പോൾ ഈ കമ്പ് ഞാൻ എടുത്ത് ഈ കറ്റാർ വാഴയിൽ ഇതേപോലെ ഒന്ന് മുക്കി വെച്ചേക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം വെക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മളിത് മണ്ണിലേക്ക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വേര് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ റെഡി ആയിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി നടുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കാം. അല്ലായെങ്കിൽ ഇത് കമ്പ് മാത്രമായിട്ടെടുത്ത് ഇറക്കി വെച്ചാലും മതി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് നട്ടു വെക്കാം. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ഇത് പോട്ടിംഗ് മിക്സ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് എന്ന് പറഞ്ഞാൽ മണ്ണുണ്ട്, മണലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൊക്കോപ്പിറ്റ്, എല്ലുപൊടി എല്ലാം ചേർത്ത് വെച്ചൊരു മിക്സാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം ആ കമ്പ് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഞാനിപ്പം ചെയ്യാൻ പോകുന്ന അലോവേരയോട് കൂടി ചേർന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ ചേർത്ത് ഈ ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ്. തെച്ചി ചെടികൾ നിങ്ങൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് എടുത്ത് മണ്ണിലേക്ക് ഇറക്കി വെക്കാം. അല്ലെങ്കിൽ ഈ കറ്റാർ വാഴയോട് കൂടി തന്നെ നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തെച്ചിയുടെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും നല്ല സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത്. വേര് പിടിച്ച് ഏകദേശം 1 മാസത്തിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ചെറിയൊരു കമ്പ് നട്ട് കിളിപ്പിച്ച ഒരു തൈ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, വളരെ കനം കുറഞ്ഞ ഒരു കമ്പായിരുന്നു. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് വേര് വരുന്നത്. കണ്ടോ, നല്ല രീതിയിൽ തൈയായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോട്ടിംഗ് സോയിൽ നമ്മൾ എല്ലുപൊടി ചേർത്ത് നടുക. അങ്ങനെ നടുമ്പോൾ ചെടി നല്ല പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ ഇത് സഹായിക്കും. ഇതിന് നല്ലപോലെ വേര് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വേര് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഇനി ഈ ചെടി നമുക്ക് മണ്ണിൽ നട്ടു വെക്കാൻ പറ്റും. തറയിലോ അല്ലെങ്കിൽ ചട്ടിയിലോ എവിടെയാണോ നമ്മൾ നടുന്നത് അവിടേക്ക് നമുക്ക് നട്ടു വെക്കാൻ പറ്റും. നടുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് മണ്ണിൽ, അതായത് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നടുകയാണെങ്കിൽ വളരെ നല്ല. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ചെടിയുടെ ഇലകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ചെറുതായിട്ട് ഓരോ ജീവികൾ വന്ന് കുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെടികൾ വന്ന് ഇൻസെക്റ്റ് വന്ന് നശിപ്പിക്കാതിരിക്കാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നടുന്ന ചെടികൾക്കൊരു ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കും. അതുകൊണ്ട് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെ സ്പ്രേ കിട്ടുമല്ലോ, വേപ്പിൻ നീം ഓയിൽ കിട്ടും. ആ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു സീഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് മണ്ണിലേക്ക് പാകി കൊടുക്കാം. ഈ പരുവത്തിയ സീഡാണ് നമ്മൾ പാകേണ്ടത്. ജസ്റ്റ് പാകാനൊന്നുമില്ല, മണ്ണിലേക്ക് ഇതേപോലെ ഒരു വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് മണ്ണ് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നീം ഓയിൽ സ്പ്രേ ആണ് ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, പെസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അതായത് വെള്ളിച്ച ശല്യം, മുഞ്ഞ, അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ഇലകൾക്ക് വരുന്ന രോഗങ്ങൾ, ഇലകൾ മഞ്ഞളിച്ചു പോവുക, സ്പൈഡർ മൈറ്റ്സ്, ഇതിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നീം ഓയിൽ. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെടികൾക്ക് എത്രത്തോളം ജീവികൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ആഴ്ചയിൽ, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 15 ദിവസത്തിൽ 1 എന്ന രീതിയിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ഒരുമാതിരിപ്പെട്ട പ്ലാന്റ്സിനും ചെടികൾക്കും, അതായത് ഒരുമാതിരി പൂ പിടിക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വളരെ നല്ലതാണ്. അത് കുറേ പേര് പിന്നെയും കമൻറ്റിൽ ചോദിച്ചു നീം ഓയിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്കൊരു 2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഇലകളുടെ 2 സൈഡിൽ, മുകൾ ഭാഗത്തും അടിഭാഗത്തും ഒരേപോലെ കിട്ടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ല ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്താണ് ഏറ്റവും നല്ലത്.
ഇതിന് എസ്പെഷ്യലി കെമിക്കൽസ് ഒന്നും ഇല്ലാതെ പ്യുവർ ഓർഗാനിക് നീം ഓയിലാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഇത് മിക്ക നഴ്സറികളിലും അതുപോലെ തന്നെ വളക്കടകളിലും ഒക്കെ നീം ഓയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.